പാടാം ആരാധന. ഓ തിരുവനേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ എന്റെ ജീവിതത്തിന്റെ സർവവിധമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുവന്ന് ഞാൻ ഇറക്കി വയ്ക്കുകയാണ്. തന്റെ രണ്ടു കണ്ണുകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ദിവ്യകാരുണ്യനാഥൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മോനെ, എന്റെ മോളെ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. കാരണം എന്റെ ചങ്കും ചോരയുമൊക്കെ മാറ്റിത്തന്നുകൊണ്ടാണ് നിന്നെ ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ കുടിയിരുത്തിയിരിക്കുന്നത്. നിന്റെ രണ്ടു കണ്ണുകളും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി നീയൊന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ ജീവിതത്തിലേക്ക് സർവവിധ അനുഗ്രഹങ്ങളുമായിട്ട്, നിന്റെ ജീവിതത്തിലേക്ക് സർവവിധ അനുഗ്രഹങ്ങളുമായിട്ട് എന്റെ കർത്താവ് കടന്നു വരുന്നുണ്ട്. യൂദാസ് ശ്ലീഹായുടെ ലേഖനത്തില് 22-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കി ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുരക്ഷിക്കുക. യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കി നിങ്ങൾ ദൈവ സ്നേഹത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം വചനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്ന ആരും അന്ധകാരത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തില് ഒരു പ്രകാശമായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുകയാ. ഒരു വലിയ പ്രകാശമാണ്. നമുക്ക് നമ്മുടെ രണ്ടു കരങ്ങളും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, എന്റെ സർവസ്വവും ഞാനിതാ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ജീവിതത്തില് നീ നൽകിക്കൊണ്ടിരിക്കുന്ന സർവവിധ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളിതാ ഒന്നു ചേർന്ന് നന്ദി പറയുകയാണ്. നമുക്ക് രണ്ടു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് അവിടുത്തേക്ക് ഒന്നു ചേർന്ന് നമുക്ക് ആരാധനാസ്തുതികൾ അർപ്പിക്കാം. ഒന്നു ചേർന്നുദാസർ പാടാം ആരാധന. ഓ തിരുവനേശുവേ ആരാധന. ഒന്നു ചേർന്നുദാസർ പാടാം ആരാധന. ഓ തിരുവനേശുവേ നമ്മുടെ രണ്ടു കരങ്ങളും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വസിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ദൈവസ്നേഹത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിലേക്ക് ഒരു ശക്തിയുടെ നിറകുടമായിട്ട്, ഒരു സ്നേഹത്തിന്റെ തലോടലായിട്ട് എന്റെ ജീവിതത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വേദനയോടുകൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ വരുമ്പോൾ
അവൻ പറഞ്ഞു വെക്കും, നീ എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആ ദുഃഖങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവൻ എന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വേദനകളും ഒക്കെ കൊണ്ട് ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ തന്റെ ശക്തി മുഴുവനും നമ്മിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മിലേക്ക് നിറച്ചുകൊണ്ട് അവൻ എന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നു ചേർന്ന് എന്റെ വേദനകളൊക്കെ മാറ്റിമറിക്കുന്ന കർത്താവിനെ മനസ്സു തുറന്ന് ഒന്നു ചേർന്ന് നമുക്ക് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. തിരുവൻ എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഹൃദയം തുറന്ന് ഉള്ള ഓരോ ആരാധനയും ദൈവസ്നേഹത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ കവാടങ്ങള് എന്റെ ജീവിതത്തിലേക്ക് പ്രവഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മനസ്സ് തുറന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എന്റെ ഈശോയെ, ഈ ദിവ്യ മണിക്കൂറില് ഞാനിവിടെ ആയിരിക്കുമ്പോൾ എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ എന്റെ സർവസ്വവുമാണെന്ന് ഏറ്റുപറയുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചതുപോലെ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിന്റെ സർവസ്വവുമാണെന്ന് ഏറ്റുപറയാനുള്ള വലിയ ഒരു കൃപ നീ നൽകണമേ. നമുക്ക് മനസ്സ് തുറന്ന് ഒരിക്കൽ കൂടി ഒന്നു ചേർന്ന് ആരാധിക്കാം. മനസ്സ് തുറന്ന് എന്റെ ഈശോയെ, നീ എന്റെ സർവസ്വമാണെന്ന് എന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അതിന്റെ പൂർണ്ണതയിൽ എന്റെ ജീവിതഗന്ധിയായിട്ട് മാറണമെങ്കിൽ ദൈവസന്നിധിയിലുള്ള എന്റെ ഓരോ ഇരിപ്പും പ്രാർത്ഥനകളുമൊക്കെ ദൈവത്തിന്റെ ഹൃദയം കീഴടക്കുന്ന ഒരു കാര്യമായിട്ടു തീരണമെങ്കിൽ എന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമുണ്ട്. വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്റെ കൂടുവിട്ടിട്ട് ദൈവത്തിന്റെ കൂട്ടിലേക്കുള്ളൊരു യാത്ര. ഇനി ഞാനല്ല ജീവിക്കുന്നത്, മറിച്ച് എന്റെ ജീവിതത്തിൽ എന്റെ ക്രിസ്തുവാണെന്ന് പറയാനുള്ള ഒരു പൗലോസിന്റെ ആത്മധൈര്യം എന്റെ ജീവിതത്തില് സ്വീകരിക്കാനുള്ള ഒരു വലിയ കൃപയാണ് നമുക്കൊക്കെ വേണ്ടത്. ആ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്ന് എന്റെ ജീവിതം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയുള്ളൂ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യമുണ്ട്. ദൈവസ്നേഹത്തിന്റെ പുറകെയുള്ള ഒരു യാത്രയാണെന്ന് ആരും മറന്നു പോകരുതേ. ദൈവസ്നേഹത്തിന്റെ പുറകെയുള്ള ഒരു യാത്രയാണെന്ന് ആരും മറന്നു പോകരുതേ. ദൈവസ്നേഹത്തിന്റെ പുറകെയുള്ള ഒരു യാത്ര, അത് വിശ്വാസത്തിന്റെ ഒരു ബഹിസ്ഫുരണമായിട്ട് മാറണം. എന്റെ ജീവിതത്തിലൂടെ ഞാൻ വിശ്വാസമൊക്കെ പ്രഖ്യാപിക്കണം. എന്റെ ജീവിതത്തിലൂടെ വിശ്വാസമെന്ന് പറയുന്ന കാര്യത്തെ ഒരു ആഘോഷമാക്കി ഞാൻ മാറ്റണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ
ഒരു പൂർണ്ണത എന്ന് പറയുന്നത് വിശുദ്ധ തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് തന്റെ മനസ്സു തുറന്നുള്ള ദൈവത്തിന്റെ പക്കലേക്കുള്ള ഒരു നിലവിളി. വെറും കർത്താവും വെറും ദൈവവുമൊന്നുമായിരുന്നില്ല അവന്റെ ജീവിതത്തിലെ കർത്താവും ദൈവവുമൊക്കെ, മറിച്ച് എന്റെ കർത്താവും എന്റെ ദൈവവുമായിട്ട് മാറ്റപ്പെടുകയായിരുന്നു. എന്റെ കർത്താവ്, എന്റെ ദൈവം എന്റെ മനസ്സിൽ തട്ടി എനിക്ക് എപ്പോഴാണോ അത് പറയാനായിട്ട് സാധിക്കുന്നത്, ആ സമയമാ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അറിയാതെ ദൈവസ്തുതി ഗീതകങ്ങൾ അറിയാതെ തന്നെ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർന്നു പൊങ്ങുന്നത്. ദിവ്യകാരുണ്യ സന്നിധിയില് ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ എന്റെ കർത്താവും എന്റെ ദൈവവുമായിട്ട് എന്റെ ദൈവത്തെ ഏറ്റു പറയാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ മനസ്സുകളൊന്ന് തുറക്കാം, എന്റെ ഉൾക്കണ്ണുകളൊന്ന് തുറക്കാം. എന്നിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് എന്റെ ജീവിതത്തിന്റെ സർവസ്വവും നീയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എന്റെ കർത്താവും രക്ഷകനുമായിട്ട് എന്റെ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവേ, നീയാണ് എന്റെ കർത്താവ്. യേശുവേ, നീയാണ് എന്റെ ദൈവം. നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട് എന്റെ മനസ്സ് തുറന്ന് എന്റെ ജീവിതം തുറന്ന് ഞാനിതാ എന്റെ വിശ്വാസം ഞാനിവിടെ ഏറ്റു പറയുകയാണ്. നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നീയാണെന്റെ കർത്താവ്, നീയാണെന്റെ ദൈവം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. ജീവിതത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളുമായിട്ട് ഈ വിശ്വാസ ഏറ്റുപറച്ചില് ഒരു അനുഗ്രഹമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്ക് നമ്മുടെ കണ്ണുകളും അടയ്ക്കാം. എന്റെ ഉള്ളിന്റെ ഉള്ളില് ശക്തനായിട്ട് വാഴുന്ന കർത്താവിനെ, എന്റെ ജീവിതത്തിന്റെ സർവവിധ ഐശ്വര്യങ്ങളുടെയും കാരണമായിട്ടു നിൽക്കുന്ന കർത്താവിനെ നമുക്ക് മനസ്സിലൊന്നു കാണാം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നീ കർത്താവിൽ ആശ്രയിക്ക. കർത്താവിൽ ആശ്രയിച്ചാൽ നിന്റെ ജീവിതമെന്ന് പറയുന്നത് കഴുകനെ പോലെ ഉയർന്നു പറക്കും. നിന്റെ ജീവിതം നീ എത്ര ഓടിയാലും നീ തളർന്നു പോവുകയില്ല. എന്റെ ഈശോയെ, ഞാനിതാ എന്റെ ജീവിതത്തിന്റെ സർവ്വവിധ ഐശ്വര്യങ്ങളുടെയും നാഥനായിട്ട്, അധിപതിയായിട്ട്,
ഉടയവനായിട്ട് ഞങ്ങള് നിന്നെ ഏറ്റു പറയുകയാണ്. എന്റെ മനസ്സില്, എന്റെ ജീവിതത്തില്, എന്റെ ചിന്തയില്, എന്റെ പ്രവൃത്തിയില് നീ ഒരു രാജാവായിട്ട് വാഴണമേ. നീയാകുന്ന ഉടയോനെ എന്റെ ജീവിതത്തില് കൂട്ടുപിടിച്ചു നടക്കാനായിട്ട് എന്റെ ഈശോയെ നീ എനിക്ക് കൃപ നൽകണമേ. എന്റെ ജീവിതം നീ ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. നീയാണെന്റെ ജീവിതത്തിന്റെ സർവ്വതും, നീയാണെന്റെ ജീവിതത്തിന്റെ സമസ്തവും. നീയുണ്ടെങ്കിൽ പിന്നെ എന്റെ ജീവിതം ഒരു ഐശ്വര്യത്തിന്റെ, സ്നേഹത്തിന്റെ പൂർണ്ണതയായിട്ട് മാറും. ഇതാ ഞങ്ങൾ ഒന്നു ചേർന്ന് എന്റെ ഈശോയെ എന്റെ ഉടയവനായിട്ട്, എന്റെ അധിപതിയായിട്ട് ഞങ്ങളെ ഏറ്റു പറയുന്നു. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. ഈ വിശ്വാസ ഏറ്റുപറച്ചിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവ പരിപാലനയുടെയും കാരണക്കാരൻ നീ തന്നെയാണ്. കാരണം എന്റെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണീര് വീണാൽ അത് നീ കുപ്പിയിൽ ശേഖരിക്കും. എന്റെ നെറ്റിത്തടത്തിൽ നിന്നും ഒരിറ്റു വിയർപ്പ് താഴേക്ക് പതിച്ചാൽ അവയൊക്കെ നീ നിന്റെ കൈക്കുമ്പിളിൽ നീ സ്വീകരിക്കും. ഞാൻ നടന്നു നീങ്ങുമ്പോൾ എന്റെ പാദത്തിലെ ഒരു മുള്ളുകൊണ്ടാൽ നീ നിന്റെ തോളിലേറ്റിക്കൊണ്ട് നീ എന്നെ നടത്തും. എന്റെ കേൾവികള് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ ചിന്തകളിലൂടെ പോകുമ്പോൾ നീ പറയും, നിനക്ക് ഒരു നല്ല കേൾവിയായിട്ട് ഞാനിതാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. എത്രമാത്രം സ്നേഹമാവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത്, അവനെ നോക്കുന്നവരൊക്കെ പ്രകാശിതരായി. സങ്കീർത്തനം 34:5. എന്റെ ജീവിതത്തിന്റെ സ്രഷ്ടാവ്, എന്റെ സർവ്വതിന്റെയും പരിപാലകൻ. നമുക്ക് മനസ്സ് തുറന്ന് ഒരിക്കൽ കൂടി എന്റെ വിശ്വാസത്തെ നോറ്റു പറയാം. എന്റെ ഈശോയെ, എന്റെ ജീവിതത്തിന്റെ സ്രഷ്ടാവായിട്ട് ഞങ്ങളിതാ അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. എന്റെ ജീവിതത്തിന്റെ പരിപാലനയുടെ കാരണക്കാരനായിട്ട് നിന്നെ എന്റെ ജീവിതത്തിലെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. എന്റെ ഈശോയെ, നീ എന്റെ ജീവിതത്തിൽ ഒരു സർവ്വവിധ ഐശ്വര്യമായിട്ട് കടന്നു വരണമേ. എന്റെ ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, എന്റെ ജീവിതത്തിന്റെ വഴിപിഴച്ച പല പല സാഹചര്യങ്ങൾ, അവയെയൊക്കെ സമർപ്പിച്ച് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഹൃദയത്തിന്റെ വാതായനങ്ങളൊക്കെ നിന്നെ കണ്ടുമുട്ടിയപ്പോൾ കുത്തിയടച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തുറക്കാനായിട്ട് ഈ സമയം നീ വരം നൽകണമേ. നിന്റെ ജീവിതത്തിന്റെ ശക്തി ദുർഗത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നീ നിറയ്ക്കണമേ.
ഞങ്ങളിതാ നിന്റെ മുന്നിലേക്ക് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ ഈശോയെ, നീയാകുന്ന സ്രഷ്ടാവ് എന്റെ ജീവിതത്തിന്റെ പരിപാലകനായിട്ടു കടന്നു വരണമേ. ഇതാ ഞങ്ങൾ ഏറ്റുപറയുന്നു, നീയാണ് എന്റെ ജീവിതത്തിന്റെ സ്രഷ്ടാവ്, നീയാണ് എന്റെ ജീവിതത്തിന്റെ പരിപാലകൻ. യേശു സ്രഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു സ്രഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങള്, അവയെയൊക്കെ ഈ സമയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരണം അവൻ തന്റെ വലത്തുകരം നമ്മുടെ മുകളിലേക്ക് എങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാ. എന്റെ ഹൃദയം ഒന്ന് തുറന്നു കാണിച്ചാ മതി, എന്റെ ജീവിതം ഒന്ന് തുറന്നു കാണിച്ചാ മതി. അനുഗ്രഹത്തിന്റെ വലിയ ഒരു നിറവായിട്ട് അവൻ കടന്നു വരും. എന്റെ ജീവിതത്തിന്റെ സർവ്വവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്നെ ഒരിക്കലും മനസ്സിലാകാത്ത എന്റെ ഭർത്താവായിരിക്കാം, എന്നെ ഒരിക്കലും തിരിച്ചറിയാത്ത എന്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ചോര നീരാക്കി പണിയെടുത്തിട്ടും സ്നേഹത്തിന്റെ ഒരു വാക്കോ സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരിയോ എന്നോട് കാണിക്കാത്ത എന്റെ മക്കളായിരിക്കാം. അവരൊക്കെ ജീവിതത്തില് അവശേഷിപ്പിക്കുന്ന ചില മുറിവുകളുണ്ട്. അവയെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം കർത്താവാകുന്ന ഒറ്റ വിളക്ക് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്റെ ജീവിതമെന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിന്റെ വലിയ ഒരു പൂത്തിങ്കളായിട്ട് മാറും. നൈരാശ്യത്തിന്റെ ഒരു മലയിൽ നിന്നും പ്രത്യാശയുടെ ഒരു ശില വെട്ടിയെടുക്കാനായിട്ട് എന്റെ കർത്താവ് എനിക്ക് ശക്തി തരും. ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും ഇറക്കി വയ്ക്കുകയാ ഈ ദിവ്യകാരുണ്യ സന്നിധിയില്. മനസ്സ് തുറന്നുകൊണ്ടേക്ക് പറയാം, എന്റെ ജീവിതത്തിലെ സർവ്വതുമായിട്ട് അവൻ എന്റെ കൂടെയുണ്ട്. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശു കർത്താവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു,
ആത്മാർത്ഥമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവ്യകാരുണ്യനാഥന് ആരാധനാസ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇതാ കർത്താവ് തന്റെ അനുഗ്രഹത്തിന്റെ വരമാരികൾ എന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്റെ വലതുകരം നീട്ടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ കരുണയുടെ വലം കൈ, തന്റെ സ്നേഹത്തിന്റെ ശക്തി, തന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത, തന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാകടാക്ഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാർത്ഥമായിട്ട് എന്റെ ജീവിതത്തിന്റെ സർവ്വതും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കാരണം എന്റെ കർത്താവ് അനുഗ്രഹമായിട്ട് എന്റെ ജീവിതത്തിന്റെ ശക്തിയായിട്ട് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. എന്റെ ജീവിതത്തിന്റെ സർവ്വവിധമായിട്ടുള്ള ശക്തിയായിട്ട്, സ്നേഹത്തിന്റെ ഒരു മാറ്റുലിയായിട്ട്, കരുണയുടെ ഒരു വരമാരിയായിട്ട് ഇതാ എന്റെ നാഥൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സ് തുറന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ദാവീദിന്റെ പുത്ര, നീ എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇതാ അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും